അടുത്തതാണ് ലിംഗൽ ആർട്ടറി. ലിംഗൽ ആർട്ടറി എവിടുന്നാണ് എറേസ് ചെയ്യപ്പെടുന്നത്? ഫ്രണ്ട് ഓഫ് ദ എക്സ്റ്റേണൽ കരോട്ടറി ആർട്ടറി എന്നായിരിക്കും. എവിടുന്നാണ്? ഫ്രണ്ട് ഓഫ് ദ എക്സ്റ്റേണൽ കരോട്ടറി ആർട്ടറി എന്നായിരിക്കും. അത് ബ്ലഡ് ടങ്കിന്റെ മെയിൻ ആർട്ടറി സപ്ലൈ ആയിരിക്കും. ടങ്കിന്റെ മെയിൻ ആർട്ടറി സപ്ലൈ ആയിരിക്കും. ഇത് ചിലപ്പം കൂടെ ഫിഷ്യൽ ആർട്ടറി ആയിട്ട് കൂടുതൽ അടുത്ത ഫിഷ്യൽ ആർട്ടറി അടുത്തതായോണ്ട് ഫിഷ്യൽ ആർട്ടറി കോമൺ വിത്ത് ഫിഷ്യൽ ആർട്ടറി ആയിരിക്കും. അപ്പോൾ വിളിക്കുന്നവരാണ് ലിംഗോ ഫേഷ്യൽ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. എന്താണ്? ലിംഗോ ഫേഷ്യൽ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ലിംഗൽ ആർട്ടറി മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആരാണ്? ഹൈപ്പോഗ്ലോസൽ മസിൽസ് ആയിരിക്കും. മൂന്നായി ഡിവൈഡ് ചെയ്തിരുന്ന ആരാണ്? ഹൈപ്പോഗ്ലോസൽ മസിൽസ് ആയിരിക്കും. ഓക്കെ, ഇതിന് 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ ഫസ്റ്റ് പാർട്ട് ലൈ ചെയ്യുന്നത് കരോട്ടറി ട്രയാങ്കിളിലായിരിക്കും. ഓക്കെ, അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഉണ്ടായിരിക്കും. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ലൂപ്പ് ഉണ്ടായിരിക്കും. അതിന്റെ കോൺവെക്സിറ്റി അപ്വേർഡ് എബോവ് ദ ഗ്രേറ്റർ കൊറോണ ആയിരിക്കും. ഈ ലൂപ്പിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോഗ്ലോസൽ നെർവ് കാണുന്നുണ്ട്. ഒരു ലൂപ്പിനെ ആരാണ് ക്രോസ് ചെയ്യുന്നത്? ഹൈപ്പോഗ്ലോസൽ നെർവ് ആയിരിക്കും. ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നതിന് പെർമിറ്റ് ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ഹയോഡ് ബോണിന്റെ ഫ്രീ മൂവ്മെന്റ് ആണ് ഈ ലൂപ്പ് പെർമിറ്റ് ചെയ്യുന്നത്. ലൂപ്പ് ഒരു ക്യാരക്ടറിസ്റ്റിക് ലൂപ്പ് ഉണ്ടാകുന്ന ലൂപ്പിന്റെ കോൺവെക്സിറ്റി അപ്വേർഡ് അബോവ് ദ ഗ്രേറ്റർ കൊറോണ ആയിരിക്കും. പിന്നെ ലൂപ്പിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോഗ്ലോസൽ നെർവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹൈപ്പോഗ്ലോസൽ നെർവ് ഉണ്ടായിരിക്കും. ഈ ലൂപ്പ് ഉണ്ടായിരിക്കുന്ന ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ഹയോഡ് ബോണിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഈ സെക്കൻഡ് പാർട്ട് ലൈസ് ഡീപ്പ് ടു ദ ഹൈപ്പോഗ്ലോസൽ മസിൽസ് ആയിരിക്കും. ഹൈപ്പോഗ്ലോസൽ മസിൽസിന് ഡീപ്പ് ആയിട്ടാണ് ഉണ്ടാവുക അലോങ് ദ അപ്പർ ബോർഡർ ഓഫ് ദ ഹയോഡ് ബോൺ. സെക്കൻഡ് പാർട്ട് ലൈസ് ഡീപ്പ് ടു ദ ഹൈപ്പോഗ്ലോസൽ മസിൽസ് ആയിരിക്കും അലോങ് ദ അപ്പർ ബോർഡർ ഓഫ് ദ ഹയോഡ് ബോൺ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്കറിയാം. ഇവിടുന്ന് ഫ്രണ്ട് നാഷണൽ കരോട്ടറി ആർട്ടറി ആയിരിക്കും. ഒരു കോൺവെക്സിറ്റി ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ക്രോസ് ചെയ്തിട്ട് ഹൈപ്പോഗ്ലോസൽ നെർവ് ഈ ലൂപ്പ് അതിന്റെ കോൺവെക്സിറ്റി ടുവേർഡ്സ് അപ്വേർഡ് അബോവ് ദ ഗ്രേറ്റർ കൊറോണ ഹയോഡ് ബോൺ. പിന്നെ ഇത് ലൂപ്പ് പെർമിറ്റ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ഹയോഡ് ബോൺ. പിന്നെ സെക്കൻഡ് പാർട്ട് ലൈസ് ഡീപ്പ് ദ ഹൈപ്പോഗ്ലോസൽ മസിൽ അലോങ് ദ അപ്പർ ബോർഡർ. തേർഡ് പാർട്ട് ഫസ്റ്റ് അപ്വേർഡ് അലോങ് ദ അപ്പർ ബോർഡർ ഓഫ് ദ ഹയോഗ്ലോസൽ മസിൽസ്. പിന്നെ then anteriorly forward on the പിന്നെ then forward on the under surface of the tongue. പിന്നെ anastomosis with fellow the opposite side. പിന്നെ which accompanying the lingual nerve. അത് ഇതിന് accompanying lingual nerve ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ 3 പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കും. 3 പാർട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് എക്സ്റ്റേണൽ കരോട്ടറി ആർട്ടറിയിൽ നിന്ന് ഫ്രണ്ട് എക്സ്റ്റേണൽ കരോട്ടറി അറേഞ്ച് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ലൂപ്പ് ഉണ്ടാകുന്നു. ഈ ലൂപ്പ് പിന്നീട് ഇനിഷ്യലി ക്രോസ് ചെയ്യുന്നത് ഹൈപ്പോഗ്ലോസൽ നെർവ് ആയിരിക്കും. പിന്നെ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ലൂപ്പ് ഉണ്ടാകാൻ കാരണം തന്നെ ഈ ഫ്രീ മൂവ്മെന്റ് ഹയോഡ് ബോൺ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ഡീപ്പ് ഇടുക, അതാണ് സെക്കൻഡ് പാർട്ട്. ഹൈപ്പോഗ്ലോസൽ മസിൽസ് ആയിരിക്കും. അതാണ് സെക്കൻഡ് പാർട്ട് അലോങ് ദ അപ്പർ ബോർഡർ ഓഫ് ദ ഹയോഡ് ബോൺ. പിന്നെ തേർഡ് പാർട്ട് തന്നെ അപ്വേർഡ് അലോങ് ദ അപ്പർ ആന്റിയർ ബോർഡർ ഓഫ് ദ ഹൈപ്പോഗ്ലോസൽ മസിൽസ്. then forward on the under surface of the tongue. ഇത് 3 പാർട്സ് ഇതൊക്കെയാണുള്ളത്. ഈ അവസാന പാർട്ട് ചെക്കുമ്പോൾ ലിംഗൽ നെർവ് ആൻഡ് anastomosis ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഇനി ഇതിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് പഠിച്ചാലോ? എന്തൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്? സുപ്രാഹയോഡ് ബ്രാഞ്ച്, ഡോർസൽ ലിംഗൽ ആർട്ടറി, സബ് ലിംഗൽ ആർട്ടറി. പിന്നെ അടുത്ത ലാസ്റ്റ് ബ്രാഞ്ചസ് ആണ് ഡീപ്പ് ലിംഗൽ ആർട്ടറി. ഓക്കെ, ഈ സുപ്രാഹയോഡ് ബ്രാഞ്ച് എങ്ങനെ റൺ അലോങ് ദ സുപ്പീരിയർ ബോർഡർ ദ ഹയോഡ് ബോൺ സപ്ലൈ ചെയ്യുന്ന സുപ്രാഹയോഡ് മസിൽ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ സുപ്രാഹയോഡ് മസിൽസ് ഉണ്ട്? നമുക്കറിയാം. ഒന്ന് ജീനിയോ ഹയോഡ്, അത് ഡീപ്പിലായിരിക്കും കാണപ്പെടുന്ന. മൈലോ ഹയോഡ് മിഡിലായിരിക്കും കാണപ്പെടുന്ന. സ്റ്റൈലോ ഹയോഡ് അത് എവിടെയാണ് കാണപ്പെടുന്നത്? സർഫേസ് റീജിയനിലായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ഡൈഗസ്റ്റിക് മസിൽസ്. ഇതൊക്കെയാണ് സൂപ്പർ ഹയോഡിന്റെ ബ്രാഞ്ച്. ഈ സൂപ്പർ ഹയോഡ് റൺസ് അലോങ് ദ സുപ്പീരിയർ ബോർഡർ ദ ഹയോഡ് ബോൺ ആയിരിക്കും. ഇത്രയും ബ്രാഞ്ചസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് നിന്നാണ് ഇത് എറേസ് ചെയ്യുന്നത്. ഇനി ഡോർസൽ ലിംഗൽ ആർട്ടറി അസ്കാൻ ടുവേർഡ്സ് ഡോർസം ഓഫ് ദ ടങ്ക്. ടങ്കിന്റെ അവിടത്തേക്ക് അസ്കാൻ ടുവേർഡ്സ് ഡോർസൽ ലിംഗൽ ആർട്ടറി എറേസ് ചെയ്യുന്ന അസ്കാൻ ടുവേർഡ്സ് ഡോർസം ഓഫ് ദ ടങ്ക്. സപ്ലൈ ചെയ്യുന്നത് posterior part of the tongue. പിന്നെ സോഫ്റ്റ് പാലറ്റ് ആൻഡ് ടോൺസിൽസ്. എന്തൊക്കെ? ടോൺസിൽസ്, സോഫ്റ്റ് പാലറ്റ് ആൻഡ് posterior part of the tongue. അസ്കാൻ ടുവേർഡ്സ് ഡോർസം ഓഫ് ദ ടങ്ക്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡോർസൽ ലിംഗൽ ആർട്ടറി
എറേസിന് ഇത് രണ്ടിനെ കുറിച്ച് റോസ്ലിങ്കിൽ അത് 2 നമ്പർ ആയിരിക്കും. ഇത് എറേസിന് സെക്കൻഡ് പാർട്ടിലാണ് ഇത് എറേസ് ചെയ്യുന്നത്. അസ്കൻ ടൂളിന് ടോസം മുതൽ 2 ചിത്രത്തിൽ കാണുന്നത് നാറ്റൻ ടൂളിന് ടോസം മുതൽ 10. ഇനി അടുത്താണ് സബ്ലിംഗൽ ആർട്ടറി. സബ്ലിംഗൽ ആർട്ടറി റൺ ഫോർവേഡ് ബിനീത് ദ മ്യൂക്കോസ ഓഫ് ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്. അതായത് ഫ്ലോർ ഓഫ് ദ മൗത്തിന്റെ മ്യൂക്കസിന്റെ താഴെയോട്ട് പോകുന്നു. റൺ ബിനീത് ദ മ്യൂക്കോസ് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ മൗത്തിലായിരിക്കും. ഇത് റൺ ഫോർവേഡ് ബിനീത് ദ മ്യൂക്കോസ് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്. ഇത് സപ്ലൈ ചെയ്യുന്ന സബ്ലിംഗൽ ഗ്ലാൻഡ്, മൈലോഹൈഡ് മസിൽസ് ആൻഡ് ഓറൽ മ്യൂക്കോസ്. ഓറൽ മ്യൂക്കസിനും മൈലോഹൈഡ് മസിൽസിന് സബ്ലിംഗൽ ഗ്ലാൻഡ്. ഇത്രയൊക്കെയാണ് നമ്മൾ സബ്ലിംഗൽ ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്. സബ്ലിംഗൽ ഗ്ലാൻഡ്, മൈലോഹൈഡ് മസിൽ, ഓറൽ മ്യൂക്കോസ്, മൈലോഹൈഡ് മസിൽസ് ആൻഡ് സബ്ലിംഗൽ ഗ്ലാൻഡ്. ഓക്കെ. ഇനി അടുത്താണ് ഡീപ്പ് ലിംഗൽ ആർട്ടറി. ഈ ഡീപ്പ് ലിംഗൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ടെർമിനൽ ബ്രാഞ്ച് ആയിരിക്കും. അത് ഡീപ്പ് ലിംഗൽ ആർട്ടറി ടെർമിനൽ ബ്രാഞ്ച് ആയിരിക്കും. അത് റൺ അലോങ് ദ ഇൻഫീരിയർ സർഫസ്, ടങ്ങിന്റെ ഇൻഫീരിയർ സർഫസിൽ റൺ അലോങ് ചെയ്യുന്നുണ്ട്. അത് സപ്ലൈ ചെയ്യുന്നത് ആന്റീരിയർ പാർട്ട് ഓഫ് ദ ടങ്ങിനായിരിക്കും. ഇത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ.